വിനോദസഞ്ചാര മേഖലയിൽ ലോകഭൂപടത്തിൽ പ്രധാന സ്ഥാനമുള്ള നമ്മുടെ കേരളം ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട നാട്. കോവിഡാനന്തര കേരളം വിനോദസഞ്ചാര മേഖലയിൽ കരുത്താർജിച്ചെങ്കിലും മലബാറിൽ വേണ്ടത്ര മുന്നേറ്റമുണ്ടായില്ല. മലബാറിൻ്റെ അനന്തമായ വിനോദസഞ്ചാര സാധ്യതകളെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നുവെക്കാനാണ് ഗേറ്റ്വേ ടു മലബാർ ടൂറിസം കോൺക്ലേവ്. ഓഗസ്റ്റ് 23-ന് കോഴിക്കോട് റാവീസ് കടവിൽ നടക്കുന്ന കോൺക്ലേവിൽ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തും. വിനോദസഞ്ചാര മേഖലയിലെ പ്രമുഖ വ്യക്തികൾക്കൊപ്പം വെഡ്ഡിംഗ് പ്ലാനർമാരും രാജ്യത്തെ പ്രമുഖ വ്ളോഗർമാരും അഡ്വഞ്ചർ ടൂറിസം രംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കും. ഞാനൊരു മലബാറുകാരനാണ്. അപ്പോൾ മലബാർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു വികാരം തന്നെയാണ്. കേരളത്തിലെ ടൂറിസം മേഖലകൾ ചിലപ്പോൾ മധ്യ കേരളത്തിലോ മറ്റോ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതിൽ നിന്നും മലബാറിലേക്കും കൂടെ അത് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. മലബാറിൽ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത, നമ്മൾ ഒരുപാട് ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുമൊക്കെ ഒരുപാട് മലബാറിൽ ഇപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്നുണ്ട് പൊതു ലോകത്തിന് മുമ്പിലേക്ക്. തീർച്ചയായിട്ടും മലബാറിൻ്റെ ചരിത്രവും മലബാറിൽ ഉറങ്ങിക്കിടക്കുന്ന വടക്കൻ പാട്ടിൻ്റെ ഇരടികളുമൊക്കെ ഇനി ലോകം അറിയട്ടെ. ഈ മാതൃഭൂമി ടൂറിസം കോൺക്ലേവ് ഒരു തുടക്കമാവട്ടെ. വെൽനസ് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, എക്സ്പീരിയൻഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി ടൂറിസം, ഹോളിഡേ ടൂറിസം തുടങ്ങി വിവിധ സെക്ഷനുകൾ നടക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് മുഖ്യ സ്പോൺസർ. കേരള ടൂറിസം വകുപ്പ്, സർഗാലയ, കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങൽ, ദി റാവീസ് കടവ് എന്നിവർ അസോസിയേറ്റ് പാർട്ട്ണറും എയർ ഇന്ത്യ എക്സ്പ്രസ് എയർലൈൻ പാർട്ട്ണറുമാണ്. മലബാർ കാത്തിരിക്കുകയാണ് ടൂറിസം കോൺക്ലേവിനായി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.